Okay, so guys, in the kind of a small video, maximum try ചെയ്യാൻ small ആക്കാൻ വേണ്ടി 13th generation Intel Raptor like processors നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. You're on Techno Factory with me Sumod. തുടങ്ങാം. So 13th generation Intel Raptor like processors, 12th generation Alder Lake processors will use the hybrid architecture use that is a combination of performance cores and efficiency cores, P cores and E cores in short, and 10 nanometer process node use so total 6 CPUs are announced, that is i9 range Intel i9 13900K KF, i7 range 13700K and KF, i5 mid range 13600K and 13600 KF variant. ഇവിടെ ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി AMD സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് ഇവിടെ ഇന്റൽ പോസിബിൾ ആക്കിയത്. ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് ദി കോർ കൗണ്ട് ഈ റേഞ്ച് ഓഫ് പ്രോസസ്സേഴ്സിൽ നല്ലപോലെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ സ്പീഡ് വൈസും ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ 13 ജനറേഷനിൽ മിഡ് റേഞ്ച് i5 വേരിയന്റ് നോക്കുവാണെങ്കിൽ 14 കോഴ്സ് ആണ് ടോട്ടൽ വരുന്നത്. 14 കോഴ്സ്. So compared to previous generation 4 cores and 4 threads ആണ് കൂടിയത്. And also speed നോക്കുവാണെങ്കിൽ 200 MHz ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ടോട്ടൽ ടർബോ വരുന്നത് 5.1 GHz ആണ്. Intel i7 13600K KF വേരിയൻസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 16 കോഴ്സ് ആണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് പഴയ ജനറേഷനുമായിട്ട് 4 കോഴ്സും 4 ത്രെഡ്സും കൂടിയിട്ടുണ്ട് ഇവിടെ. ആൻഡ് ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ ടർബോ നമുക്ക് ഇവിടെ 5.4 GHz വരെ കാണാം. നെക്സ്റ്റ് i9 വേരിയന്റിൽ ടോട്ടൽ വരുന്നത് 24 കോഴ്സ് ആണ്. സോ ഇവിടെ മാസീവ് ജമ്പ് ആണ് നമ്മൾ കാണുന്നത്. 8 കോഴ്സും 8 ത്രെഡ്സിന്റെ ആണ് ഇംപ്രൂവ്മെന്റ് ഉള്ളത്. ആൻഡ് സ്പീഡ് വൈസ് നോക്കുവാണെങ്കിലും 600 MHz ആണ് ബൂസ്റ്റ് കാണുന്നത്. ദാറ്റ് ഈസ് അപ് ടു 5.8 GHz വരെ നമുക്ക് ടർബോ ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇതെല്ലാം ഓവർക്ലോക്ക് ചെയ്യാതെ കിട്ടുന്ന ടർബോ സ്പീഡ്സ് ആണ്. ആൻഡ് ഓവർക്ലോക്ക് ചെയ്യുവാണ് നല്ലൊരു കോമ്പിനേഷൻ ഓഫ് മദർ ബോർഡും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈസിലി 6 GHz മേലെ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ മാസീവ് ഇംപ്രൂവ്മെന്റ്. സോ ഇവിടെ ത്രെഡ് കൗണ്ടിന്റെ ഫാക്ടർ നോക്കുവാണെങ്കിൽ 13900K പ്രോസസർ AMDയുടെ ടോപ്പ് ലെവലായ 7950Xന്റെ ത്രെഡ് കൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. രണ്ടിലും ഇപ്പോൾ 32 ത്രെഡ്സ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതേ സെയിം ആർക്കിടെക്ചറിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രോസസേഴ്സ് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. ലൈക്ക് 13500, 13400, 13400F. ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഒരു മോഡലാണ് ലൈക്ക് 12400F, 11400F, പഴയ 10400. ഈ F വേരിയന്റിലുള്ള സംഭവം ഇന്റൽ i5 വരുന്നത്. സോ 13400Fഉം ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. ആൻഡ് ആസ് പെർ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രോസസേഴ്സിലും പി കോഴ്സും ഇ കോഴ്സും വരുന്നതായിരിക്കും. ലൈക്ക് 12th ജനറേഷൻ നോക്കുവാണെങ്കിൽ 12400F ഓർ 12400ൽ ജസ്റ്റ് പി കോഴ്സ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, ഇ കോഴ്സ് ഇല്ലായിരുന്നു. സോ 13th ജനിലോട്ട് വരുമ്പം അത് ചേഞ്ച് ആവുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. സോ 13th ജൻ ബഡ്ജറ്റ് പ്രോസസേഴ്സിലും പി കോഴ്സും ഇ കോഴ്സിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആർക്കിടെക്ചർ ആയിരിക്കും വരുന്നത്. സോ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 13900K വരുന്നത് $589 ആണ് പ്രൈസിംഗ്. ദാറ്റ് ഈസ് അറൌണ്ട് 60,000 ആ റേഞ്ച് ആയിരിക്കും. 13700K KFഉം $14 $384 ആയിരിക്കും. ഓൾസോ കറന്റ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ആവറേജ് പ്രൈസും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 13600K KFഉം $319 and $294 ആണ് പ്രൈസിംഗ്. സോ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് ലിറ്ററലി നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൈസിംഗ് ആണ്. കാരണം കമ്പയർ ടു ലേറ്റസ്റ്റ് AMD Ryzen പ്രോസസ്സേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു വാല്യൂ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓവറോൾ ടോട്ടൽ PC ബിൽഡിന്റെ കോസ്റ്റ് എന്തായാലും നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഫാക്ടറാണ് 13th ജനറേഷൻ പ്രോസസ്സേഴ്സ് DDR4ഉം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ AMD 7000 സീരീസ് പ്രോസസ്സേഴ്സ് പോലെ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ DDR5 മദർ ബോർഡോ DDR5 റാമിന്റെ ആവശ്യമില്ല. ഈവൻ പഴയ 12th ജനറേഷനിലെ DDR4 മദർ ബോർഡ് ആണെങ്കിലും ബയോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സേഴ്സ് ഈസിലി വർക്ക് ആകും. സോ DDR4 എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓവറോൾ PC ബിൽഡിന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഒരു ലേറ്റസ്റ്റ് AMD 7000ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവറോൾ ടോട്ടൽ PC കോസ്റ്റിന്റെ വാല്യൂ കുറവായിരിക്കും. സോ TDP നോക്കുവാണെങ്കിൽ ഇന്റൽ i5ഉം i7 വേരിയൻസിന്റെ 125 watts ആണ് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പ്രോസസർ ബേസ് TDP ആണിത്. ആൻഡ് ടർബോ നോക്കുവാണെങ്കിൽ മാക്സിമം 181 watts വരെ പോകും. i9 പ്രോസസ്സേഴ്സ് നോക്കുവാണെങ്കിൽ മാക്സിമം 253 watts ആണ് പറയുന്നത്. ഒബ്വിയസ്ലി 300 മേലെയൊക്കെ ഈസിലി പോകും. സോ പവർ കൺസംഷൻ കുറച്ച് കൂടുതലാണ്. അത്രയും നല്ല പവറാണ് ഓഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ് ആണ് പവർ കൺസംഷനും TDPയും കൂടുന്നത്. 12th ജനറേഷൻ ആൽഡർ ലേക്ക് പ്രോസസ്സറുമായിട്ട് ഒരു കമ്പാരിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിൻ്റെയും ലൈക്ക് സൈഡ് ബൈ സൈഡ് ഒരു കമ്പാരിഷൻ ഫുൾ സ്പെക്സിൻ്റെ കമ്പാരിഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എവിടെയൊക്കെ എന്തൊക്കെയാണ് കൂടി
കൂടിയിട്ടുള്ളത് കുറഞ്ഞിട്ടുള്ളത്, വാട്ട് ആർ തിങ്സ് ചേഞ്ച്ഡ് എന്നൊക്കെ. സോ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബേസ് ഫ്രീക്വൻസിയിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അത് മാക്സ് ടെർബോയിൽ അത് കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു ടെർബോ ഫ്രീക്വൻസി ആയിരിക്കും കിട്ടുന്നത്. ഓൾസോ കോർ കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് കാണാം. i5 വേരിയൻറ്റിൽ 6 പീക്കോസും 8 ഈക്കോസും ആണ് വരുന്നത്. പ്രീവിയസ് ജനറേഷനിൽ 6 പീക്കോസും 4 മാത്രമാണ് ഈ കോഴ്സ് വന്നത്. സോ സിമിലർലി മറ്റ് പ്രോസസ്സേഴ്സിൻ്റെ നോക്കുവാണെങ്കിൽ അങ്ങനെ ചേഞ്ചസ് നിങ്ങൾക്ക് കോർ കൗണ്ടിൽ കാണാം. പ്രോസസ്സർ TDPൻ്റെ വാല്യൂസും കുറച്ച് കൂടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ക്യാഷ് മെമ്മറിയിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ക്യാഷ് മെമ്മറിയും L3 ക്യാഷ് മെയിൻലി നോക്കുവാണെങ്കിൽ കൂടിയിട്ടുണ്ട് ഇവിടെ. സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോന്നും ചുമ്മാ വായിച്ചൊന്നും പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് ഓരോന്നും കമ്പയർ ചെയ്ത് നോക്കാം. സോ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഇന്റൽ ലൈക്ക് വീണ്ടും ഓൺ ദ ടോപ്പ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് സ്പെഷ്യലി ഗെയിമിങ്ങിൽ ഓൾമോസ്റ്റ് പല ഗെയിംസിലും ഇന്റലാണ് ടോപ്പ് നിൽക്കുന്നത്. അത് ലൈക്ക് പല വർഷങ്ങളായിട്ട് ഗെയിമിംഗ് സിനാരിയോ അത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇന്റൽ തന്നെയായിരുന്നു ബെസ്റ്റ്. ബട്ട് 7000 സീരീസ് അല്ലെങ്കിൽ പ്രീവിയസ് 5000 സീരീസ് അത്ര മോശമാണെന്നൊന്നും പറയുന്നില്ല. ബട്ട് റൈസൺ പ്രോസസ്സേഴ്സ് പ്രീവിയസ്ലി ലൈക്ക് വാല്യൂ ഫോർ മണി ആയിരുന്നു. ബട്ട് ഇപ്പോൾ അത് നേരെ തിരിഞ്ഞു. ഇപ്പോൾ കുറച്ചുകൂടി ഇന്റലാണ് വാല്യൂ ഫോർ മണി. ലൈക്ക് നിങ്ങൾ എന്ത് പേ ചെയ്യുന്നു, നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള വേർതി പെർഫോമൻസ് ആണ് ഇന്റൽ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. സോ കൺസിഡറിങ് പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ ഇന്റലിൻ്റെ 13th and 12th ജനറേഷൻ രണ്ടും തന്നെ ഇപ്പോൾ വാല്യൂ ഫോർ മണി പ്രോസസ്സേഴ്സ് ആണ്. ആൻഡ് പെർഫോമൻസ് ടു ബി ഫ്രാങ്ക് ഓൾമോസ്റ്റ് നെക്ക് ടു നെക്ക് ആണ്. ഇത് ഡിപ്പെൻഡ്സ് നിങ്ങൾ ഏത് സിനാരിയോ ആണോ, നിങ്ങൾ ഗെയിമിങ്ങിൽ ഏത് ഗെയിംസ് ആണോ കളിക്കുന്നത്. ചില ഗെയിംസിൽ ഇന്റലാണ്, ചില ഗെയിംസിൽ AMD ടോപ്പ് ആവുന്നുണ്ട്. ചില വർക്ക് ലോഡ്സിൽ ഇന്റൽ ബെറ്റർ ആണ്, ചില വർക്ക് ലോഡ്സിൽ AMD ആണ്. മോസ്റ്റ്ലി പ്രൊഡക്ടിവിറ്റി സൈഡ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും AMDക്കാണ് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. എന്ന് വെച്ച് ഇന്റൽ പ്രോസസ്സേഴ്സ് അത്ര മോശമാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സോഫ്റ്റ്വെയർ, ഓരോ ആപ്സ് അല്ലെങ്കിൽ ഓരോ വർക്ക് ലോഡ് അനുസരിച്ച് ഓരോ പ്രോസസ്സിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ്ലി AMD ആണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇന്റൽ ആണ് ബെസ്റ്റ് എന്ന് ലൈക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നേരത്തെ മുമ്പേയും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇനി ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അത് പറയാനോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഓൺലി ഇപ്പോഴത്തെ കോസ്റ്റ് വൈസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓർ വാട്ട് യു ആർ ഗോയിങ് ടു സ്പെൻഡ്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എത്ര കാശ് പോകുന്നു അതിൻ്റെ ബേസിസിൽ പറയുവാണെങ്കിൽ ഇന്റൽ പ്രോസസ്സേഴ്സ് വർത്ത് ആണ്. ഇപ്പം ഈ ഒരു DDR5 സംഭവം വന്നതുകൊണ്ട് AMD റൈസൺ പ്രോസസ്സേഴ്സിന് ചെറിയൊരു അടിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഓൾറെഡി 7000 സീരീസ് പ്രോസസ്സേഴ്സിൻ്റെ അത്രയ്ക്ക് സെയിൽസ് ഇല്ല, സെയിൽസ് ലോ ആണ്. ജസ്റ്റ് ബിക്കോസ് ഈ ഒരു പ്ലാറ്റ്ഫോം ചേഞ്ച് വന്നതുകൊണ്ട് AMDക്ക് നല്ലൊരു അടിയാണ് കിട്ടിയത് ആക്ച്വലി. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ് ആൻഡ് നിങ്ങളുടെ വർക്ക് ലോഡ്സ്. പ്യുവർ ഗെയിമിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഇന്റൽ ഈസ് ബെസ്റ്റ്. DDR4 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓവറോൾ PC ബിൽഡിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ഇൻ കേസ് ഹെവി പ്രൊഡക്ടിവിറ്റി, കുറച്ചുകൂടി എഫിഷ്യൻസി ഓർ തെർമൽസ് കുറച്ച് കുറഞ്ഞ പ്രോസസ്സേഴ്സ് ആണ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വർക്ക് ലോഡ് ആണെങ്കിൽ AMD റൈസൺ 7000 സീരീസ് പ്രോസസ്സേഴ്സ് നല്ലതാണ് ഇഫ് യു ക്യാൻ അഫോർഡ് DDR5 പ്ലാറ്റ്ഫോം. സോ ഈ ഒരു ടൈറ്റിൽ വാല്യൂ ഫോർ മണി ആക്ച്വലി കുറച്ച് നാൾ മുമ്പേ AMD റൈസൺ പ്രോസസ്സേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു. ബട്ട് ഇപ്പോൾ സ്ലോലി അത് ഷിഫ്റ്റായി ഇന്റൽ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഐ നോ AMD ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ മേ ബി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും. ബട്ട് ഇത് തന്നെയാണ് ട്രൂത്ത്, ഇതാണ് ദ ഫാക്ട്. പെർഫോമൻസ് വൈസും പ്രൈസ് വൈസും നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്റൽ ഇപ്പം ആ ഒരു മാർജിനിൽ കുറച്ച് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ ജസ്റ്റ് നമ്മൾ AMD വില കുറഞ്ഞ പ്രോസസ്സേഴ്സ് ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ ഫാൻസ് ആയിട്ട് കാര്യമൊന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ കാശാണ് പോകുന്നത്. സോ ജസ്റ്റ് ബ്ലൈൻഡ്ലി AMD എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഇന്റൽ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ആവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നെക്സ്റ്റ് പ്രോസസ്സേഴ്സ് മേ ബി AMD കുറച്ചുകൂടി ഫാസ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഇറക്കും, AMD ടോപ്പിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇന്റൽ ബെറ്റർ ഇറക്കും, വീണ്ടും ആ ഒരു കോമ്പറ്റീഷൻ ഇതിങ്ങനെ കണ്ടിന്യൂ ആവും. ആക്ച്വലി എന്തായാലും ഒരു കാര്യം പറയേണ്ടത്, സത്യമായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് AMD പ്രോസസ്സേഴ്സ് വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ AMD പ്രോസസ്സേഴ്സ് ഇത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞാണ് ഇന്റൽ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. വീണ്ടും ആ ഒരു സംഭവം കുറച്ചും കൂടി ബെറ്റർ ആക്കണം, ആ ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി സ്റ്റാർട്ടായത് AMDയുടെ 5000 സീരീസ് ഇറങ്ങി. അതിൻ്റെ ആ ഒരു പെർഫോമൻസ്, അതിൻ്റെ ആ ഒരു വാല്യൂ ഫോർ മണി ആൻഡ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാരണം തന്നെയാണ്. സോ ഇത് 100% ഷുവർ ആണ്. ഇന്റൽ ഇപ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് പ്രോസസ്സേഴ്സ് ഇറക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് AMD's പെർഫോമൻസ്. AMDയുടെ ആ ഒരു പെർഫോമൻസ് അപ്ലിഫ്റ്റ് കാരണം തന്നെയാണ് ഇന്റലിന് ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലായതും കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആക്കാൻ തുടങ്ങിയത്. സോ ഇതിലെന്തായാലും ഈ ഒരു കോമ്പറ്റീഷൻ AMD വേഴ്സസ് ഇന്റൽ കോമ്പറ്റീഷനിൽ ആക്ച്വലി നമുക്കാണ് ബെനിഫിറ്റ്. ബിക്കോസ് നമുക്ക് വാല്യൂ ഫോർ മണി പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്, നമുക്ക് എന്താ പറയുക, നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് എന്തായാലും രണ്ട് കമ്പനീസ് ഇറക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം. സോ ഇൻ എ വേ ലൈക്ക് ഈ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാരണം ബെനിഫിറ്റ് കിട്ടുന്നത്
എൻഡ് യൂസേഴ്സായ നമുക്ക് തന്നെയാണ്. സോ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇങ്ങനെ തന്നെ പോകണം ആക്ച്വലി. സോ എനിവേസ് അതായിരുന്നു ഇന്റൽ 13th ജനറേഷൻ റാപ്റ്റർ ലൈക്ക് പ്രോസസ്സേഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും സ്പെക്സും ബ്രീഫ്സും കാര്യങ്ങളും. ആൻഡ് അറ്റ് ദി എൻഡ് എൻ്റെ തോട്ട്സും കാര്യങ്ങളും. ഇനി എന്തായാലും ഒരു കാര്യം കൂടി നമ്മൾ കവർ ചെയ്യാനുണ്ട്. ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത്രയും കണ്ടന്റ് ഇല്ല. സോ അതും ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഇന്റലിൻ്റെ ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്സിനെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സ്. 3 ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ആണ് ഇന്റൽ ആർക്ക് ലൈനപ്പിൽ ഇന്റൽ ഇറക്കിയത്. ഇതിൽ 3 ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇന്ത്യൻ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഇന്റൽ ആർക്ക് A380, കുറച്ചൊരു മിഡ് റേഞ്ച് ടു എന്താ പറയുക ഹയർ മിഡ് റേഞ്ചിൽ വരുന്ന A750യും A770യും. 770യിൽ തന്നെ 2 വേരിയൻസ് ഉണ്ട്, 8GB-യും 16GB ഒരു ലിമിറ്റഡ് എഡിഷൻ കൈൻഡ് ഓഫ് വേരിയൻറ്റ്. സോ 770യുടെ പ്രൈസിങ് ഏകദേശം ഒരു 35,000 to 37,000 റേഞ്ച് ആണ് ഇന്ത്യൻ പ്രൈസിങ് വരുന്നത്. A750യുടെ ഏതാണ്ട് 30,000 റേഞ്ച് ആണ്. A380 ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സീരീസ് ആണ്, ഒരു 15,000 to 16,000-17,000 റേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ മാർക്കറ്റ്സിൽ. സോ പ്രൈസിംഗ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആർക്ക് A770യുടെ അതേ സിമിലർ പ്രൈസ് റേഞ്ച് നമുക്ക് 3060 Tiയും 6700 XT ഗ്രാഫിക്സ് കാർഡ് AMD സൈഡ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ആൻഡ് പെർഫോമൻസ് വൈസ് ആർക്ക് 770യെക്കാളും എത്രയോ ബെറ്റർ പെർഫോമൻസ് ആണ് 3060 Tiയും RX 6700 XT ഓഫർ ചെയ്യുന്നത്. സോ ടു ബി ഫ്രാങ്ക് പറയാതിരിക്കാൻ വയ്യ, ഡിസൈൻ വൈസ് സ്ലീക്ക് ആൻഡ് സെക്സി ഡിസൈൻ ആണ്. ശരിക്കും അടിപൊളി ഡിസൈൻ ആണ്. റെഫറൻസ് ഡിസൈൻ സിമ്പിൾ ആണ് ബട്ട് ലുക്സ് ഗ്രേറ്റ്. ശരിക്കും കംപ്ലീറ്റ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും ഒരു റബ്ബറി ടെക്സ്ചർ വരുന്ന ഒരു സംഭവമാണ്. ഈവൻ ബാക്ക് പ്ലേറ്റിന്റെ ഡിസൈനിലും നല്ലതുപോലെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ബാക്ക് പ്ലേറ്റും അടിപൊളി ബാക്ക് പ്ലേറ്റ് ഡിസൈൻ ആണ്. സോ ലുക്ക് ആൻഡ് ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ വൈസ് 10 on 10 കൊടുക്കാൻ പറ്റും നമുക്ക്. ആക്ച്വലി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ സെയിൽസും കാര്യങ്ങളും ഭയങ്കര ലോ ആണ് ബിക്കോസ് പല ഇഷ്യൂസും ഗ്ലിച്ചസും ഒക്കെ ഉണ്ട്. ഇന്റലിന്റെ ഒരു പുതിയ സംഭവമാണ് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡിലോട്ട് വരുന്നത്. പുതിയതായതുകൊണ്ട് തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂസ് വരുന്നുണ്ട്, ഡ്രൈവർ ഇഷ്യൂസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട്, ലോ മെമ്മറി സ്പീഡാണ് കാണിക്കുന്നത്. ഈവൻ ഐഡൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഗ്രാഫിക്സ് കാർഡിന്റെ ടെമ്പറേച്ചേഴ്സ് ഹൈ ആണ് പോകുന്നത്. പല ഗെയിംസും മിഡ് വെയിൽ ക്രാഷ് ആവുന്നുണ്ട്, ചില ഗെയിംസ് ഒന്നും ഓപ്പണേ ആവുന്നില്ല. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. മോസ്റ്റ്ലി ലൈക്ക് പഴയ ഗെയിംസിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. DX10ഉം DX11 യൂസ് ചെയ്യുന്ന ഗെയിംസിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് DX12 അല്ലെങ്കിൽ വുൾക്കൻ ബേസ്ഡ് API യൂസ് ചെയ്യുന്ന ഗെയിംസിന് വേണ്ടിയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തുണ്ടാക്കിയത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ ഗെയിംസ് DX10 അല്ലെങ്കിൽ DX11ൻ്റെയും ചില ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഗ്ലിച്ചസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല. പെർഫോമൻസ് ഒത്തിരി ലോ ആണ് ഈ പഴയ ഗെയിംസിലൊക്കെ. സോ അതാണ് ഏറ്റവും മേജർ ലിമിറ്റിംഗ് ഫാക്ടർ. സെയിൽസ് അല്ലെങ്കിൽ അത്രയും ഒരു പോപ്പുലർ ആകാത്ത ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. സോ ടു ബി ഫ്രാങ്ക് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഈവൻ RTX 3060യെക്കാളും കുറഞ്ഞ പെർഫോമൻസ് ആണ് ചില ഗെയിംസിൽ കിട്ടുന്നത്. ഈവൻ ചില ഗെയിംസിൽ RX 6600 തന്നെ ഈ ഒരു ഹയർ റേഞ്ചിലുള്ള Arc 770യെക്കാളും ബെറ്റർ ആണ്. ഈവൻ നിങ്ങളുടെ കയ്യിൽ പഴയ 2060 സൂപ്പർ അല്ലെങ്കിൽ 2070 ഉണ്ടെങ്കിലും മോസ്റ്റ് ഗെയിംസ് ഈ ഒരു Arc 770യെക്കാളും ബെറ്റർ അതിലാണ് നമുക്ക് FPS ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. സോ ഓവറോൾ ഇതാണ് ചെറിയൊരു ഇതിൽ ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇൻ കേസ് നിങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിനെ കുറിച്ച് ചെറിയൊരു സംഭവം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്തായാലും പ്രൈസസ് കുറയണം. ഡ്രൈവർ ഇഷ്യൂസും ഈ വന്ന സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എല്ലാം ഇന്റൽ സോൾവ് ചെയ്യണം. അങ്ങനെ കുറേ ഹേർഡിൽസ് ഉണ്ട് ഇന്റലിനെ സോൾവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, DX12 ഗെയിംസ് കളിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട് റേ ട്രേസിങ്ങിൻ്റെ സംഭവം ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിൽ കുറച്ചുകൂടി നല്ലതാണ് കമ്പയർ ടു AMD കാർഡ്സ്. ഇന്റലിൻ്റെ ആ ഒരു ലെവൽ വരെ വന്നിട്ടില്ല, പക്ഷേ എന്നാലും AMD കാർഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്രയോ ബെറ്ററാണ് റേ ട്രേസിംഗ് പെർഫോമൻസ്. സോ റേ ട്രേസിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് ഓക്കെയാണ്. റീസൈസബിൾ ബാർ എന്ന ഫീച്ചർ എനേബിൾ ചെയ്യുവാണെങ്കിൽ DX12 ഗെയിംസിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ വേറൊരു കാര്യവും AV1 ഡീകോഡിംഗ് എൻകോഡിംഗ് സപ്പോർട്ട് ഉണ്ട്. സോ അതും ആക്ച്വലി അതുപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും AV1 സ്ട്രീമിംഗ് എൻകോഡിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ നല്ലതായിരിക്കും. AV1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് വീഡിയോ കോഡിക് ഫോർമാറ്റ് ആണ്. ലൈക്ക് ഹൈ റെസൊല്യൂഷൻ വീഡിയോസിന് നമുക്ക് ഇന്റർനെറ്റിൽ സ്ട്രീം ചെയ്യണം. അതായത് ലോ സൈസ്, ലോ ബാൻഡ് വിത്ത് അല്ലെങ്കിൽ ലോവർ സൈസിൽ ക്വാളിറ്റി ലൂസ് ആകാതെ സ്ട്രീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ വീഡിയോ കോഡെക് ഫോർമാറ്റ് ആണ് AV1. സോ ഇങ്ങനത്തെ AV1 കണ്ടന്റ് ഒക്കെ ഡീകോഡ് ആൻഡ് എൻകോഡ് ചെയ്ത് സ്ട്രീം ചെയ്യാൻ വേണ്ടി ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഡിസ്പ്ലേ പോർട്ട് 2.0 സ്റ്റാൻഡേർഡിൻ്റെയും സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ ആകെ ഈ ഒരു റെക്കമെൻഡേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലത്തെ കണ്ടന്റ് എന്തെങ്കിലും സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡറി സ്ട്രീമിംഗ് GPU ആയിട്ട് വേണമെങ്കിൽ ഇന്റലിൻ്റെ ആർക്ക് GPUs യൂസ് ചെയ്യാം. അങ്ങനത്തെ എന്തെങ്കിലും ഹെവി ലെവൽ ഓഫ് സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് ടു ബി ഫ്രാങ്ക്
ഒരു കൈൻഡ് ഓഫ് എ ഫെയിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ എന്തായാലും ജസ്റ്റ് ഈ ഇഷ്യൂസിൻ്റെ ഒരു ബ്രീഫ് മാത്രമാണ്. കുറേ ഇഷ്യൂസ് ഉണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ്സ് ആണ് ഇന്റൽ സൈഡിൽ നിന്ന് വന്നത്. എനിവേസ് ഹോപ്പ് സോ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ വരാനിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇന്റലിന്റെ പുതിയ ആർക്ക് ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചും റാപ്റ്റർ ലൈക്ക് പ്രോസസ്സിനെ കുറിച്ചും ചെറിയ ബ്രീഫും എൻ്റെ കുറച്ച് തോട്ട്സും ആണ് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ നമ്മുടെ ഗെയിമിംഗ് മാറ്റ്സ് ആൻഡ് തെർമൽ പേസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹെഡ് ഓൺ ടു www.thattikkoottu.com. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.